പണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചായക്കടകളിലിരുന്ന് വിമർശിച്ചാൽ മതിയായിരുന്നു. ഏതെങ്കിലും പ്രൈവറ്റ് സ്പേസിലിരുന്നാണ് ആൾക്കാർ വിമർശിച്ചുകൊണ്ടിരുന്നത്. അത് വിമർശിക്കുന്ന ആരെയാണോ വിമർശിക്കുന്നത് അയാൾ അറിയുന്നുണ്ടാവില്ല. പിന്നെ വളരെയധികം ബുദ്ധിയുള്ള ആൾക്കാർ, ഇതിനെപ്പറ്റി കാര്യമായി പഠിച്ചിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ, വാരികകളിലോ മാഗസിനുകളിലോ പുസ്തകങ്ങളിലൂടെയോ ഒക്കെ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ചിട്ട് വിമർശിക്കുന്ന ആൾക്കാരുടെ വിമർശനങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ അന്ന് എത്തിയിരുന്നുള്ളൂ. ഇന്ന് പഠിച്ചവൻ്റെയും പഠിക്കാത്തവൻ്റെയും ഇതിനെപ്പറ്റി, ഒരു വിഷയത്തെപ്പറ്റി പഠിച്ചവൻ്റെയും പഠിക്കാത്തവൻ്റെയും സാധാരണക്കാരനെ തോന്നുന്ന രീതിയിലുള്ള എല്ലാ വിമർശനങ്ങളും, തോന്നുന്ന ഭാഷയിലുള്ള വിമർശനങ്ങളും ആൾക്കാർ കേൾക്കേണ്ടി വരികയാണ്. അതെ അതെ. അപ്പോൾ അതെല്ലാം ഈ ആറ്റിറ്റ്യൂഡിനെ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും സൈബർ അറ്റാക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, കാരണം ഞാൻ ഈ സൈബർ ലോകം ശക്തി ആർജിക്കുന്നതിന് മുമ്പേ ഞാൻ വന്ന് ഒരു റൗണ്ട് ഓടിയിട്ട് തിരിച്ചു പോയി. ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു സൈബർ ലോകത്ത് നിന്ന് ഞാൻ ഫീൽഡ് ഔട്ട് ആയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.